സുഖമില്ലാതെ കിടന്നപ്പോ നീ എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ലല്ലേ മൈഥിലി? കാർത്തി അങ്ങനെ തനിച്ചാക്കിയിട്ട് എനിക്ക് മാറാൻ പറ്റില്ലല്ലോ കാർത്തി. ഞാനേ ഒരു പോള കണ്ണടയ്ക്കാതെ ഇതിന്റെ വാതിൽക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. സാരമില്ല, നമ്മളിവിടെ നിന്ന് ഉടനെ തന്നെ പോവുമല്ലോ. അപ്പം നിനക്ക് വേണ്ടുവോളം റെസ്റ്റ് എടുക്കാം. അതൊന്നും സാരമില്ല കാർത്തി. എന്റെ കാർത്തിക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. ഇവന്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ വല്ലതും ഉണ്ടോന്ന് അറിയണമല്ലോ. അല്ല കാർത്തി, ആ മീനാക്ഷി ഇതിലെങ്ങാനും വന്നോ? മീനാക്ഷിയോ? എന്താ മീനാക്ഷി അറിയില്ലേ? പിന്നെ ഞാൻ മീനാക്ഷി അറിയാതിരിക്കോ? എന്റെ വല്യമ്മാവന്റെ മകള്. അവള് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ ഇപ്പോ ചെമ്പകമംഗലത്ത് വന്നിട്ടുണ്ടല്ലോ. ഇവൻ അഭ്യാസം കാണിക്കുന്നതല്ല, ഇവന്റെ ചാനല് പോയി കിടക്കുക. പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി, മെമ്മറി ഫ്യൂസായി. അച്ഛനും വല്യമ്മാവനും ഒക്കെ ഇങ്ങോട്ടെന്നെ കാണാൻ വന്നിരുന്നു മൈഥിലി. ആ മരവാഴകളൊക്കെ തട്ടിപ്പോയ കാര്യവും ഇവൻ അറിഞ്ഞിട്ടില്ലേ? ദൈവമേ, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് അനുകൂലമാക്കുകയാണല്ലോ. നിനക്ക് നന്ദി. പണ്ട് ചെമ്പകമംഗലത്ത് വൈശാഖ് എന്ന് പറയുന്ന ഒരുത്തൻ ഓർക്കുന്നുണ്ടോ? അത് പണ്ടായിരുന്നില്ലല്ലോ. വൈശാഖ് ഇപ്പോഴും ചെമ്പകമംഗലത്ത് തന്നെ ഇല്ലേ? നീ എന്താ അവനെ അറിയില്ലേ? അവനെന്റെ കുഞ്ഞമ്മായിയുടെ ആങ്ങളയല്ലേ? എനിക്കറിയാം. അപ്പൊ ഞങ്ങളുടെ തരികിടകളും ഇവൻ ഓർമ്മയില്ല. ഞാൻ കാണുന്നത് സ്വപ്നമാണോ? അല്ല, സത്യവാ. നീ എന്താ മൈഥിലി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ? അല്ല കാർത്തി, ഞാൻ ഓരോന്ന് ഓർക്കുകയായിരുന്നു. വൈഗ മോളെ പ്രസവിച്ച ശേഷം മോളെ ദൈവമേ ഏൽപ്പിച്ച് നമ്മളൊരു യാത്ര നടത്തിയില്ലേ? യാത്ര നടത്തിയോ? അതൊക്കെ ഞാൻ മറന്നുപോയി. നീ ഗർഭിണിയായ ശേഷം നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊരു 2ാം ഹണിമൂൺ ട്രിപ്പാ പോയത്. കൊടൈക്കനാല്, മണവന്നൂര്, കൂർഗ്, ഒടുവിൽ വന്ന് ഡെവിൾസ് കിച്ചണും കണ്ടു. ഗുണ കേവ്. നമുക്ക് ഇനിയും പോണം കാർത്തിക്. നമുക്ക് പോവാം മൈഥിലി. ഞാനും വൈശാഖും ഒളിച്ചോടുന്നതിന് മുൻപേ ഇവന്റെ മെമ്മറി ഓഫായി പോയി. എന്റെ റൂട്ട് ക്ലിയർ ആയി. വാത്സല്യം